സർക്കാരിനും CPM-നും ദേവസ്വം ബോർഡിനും മുകളിൽ ഉടുമ്പിൻ പിടുത്തമിട്ട് ഹൈക്കോടതി എത്തിയിരിക്കുകയാണ്. ഒരുത്തരും ഊരിപ്പോകാൻ സമ്മതിക്കില്ല. ഇങ്ങനെയാണ് കോടതി കട്ടായം പറയുന്നത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകണമെങ്കിൽ ദേവസ്വം ബോർഡ് ഉന്നതരുടെ പങ്കില്ലാതെ ആർക്കും കഴിയില്ല. നിലവിൽ പ്രതികളായവർക്ക് മുകളിലുള്ള വൻ തോക്കുകളെ വിട്ടുകളയരുതെന്നും അവരിലേക്ക് അന്വേഷണം നീളണമെന്നും ജസ്റ്റിസ് A. ബഹറുദ്ദീൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ശബരിമലയിൽ ഇത്ര വലിയ കൊള്ള നടക്കണമെങ്കിൽ ദേവസ്വം ബോർഡിന്റെ എല്ലാ ഒത്താശയും ഉണ്ടായിരിക്കണമെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് ഹൈക്കോടതി. 18-ാം പടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തല തല്ലി കരയുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ വരും ദിവസങ്ങൾ സർക്കാരിനും CPM-നും നിർണായകവും ഭയാനകവുമാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടം വിഷയം കൊണ്ട് പിടിച്ചു നിന്നു. ഇനി എന്താ? ഇതാണ് പിണറായിയുടെ മുന്നിൽ ചോദ്യചിഹ്നം. പിണറായി കൂട്ടർ കോടതി റിമാൻഡ് കാലാവധി നീട്ടി വീണ്ടും അഴിക്കുള്ളിലായതിന്റെ മുറുമുറുപ്പിലാണ് പത്മകുമാർ. ഇനിയും അകത്ത് കിടക്കാൻ വയ്യ എന്ന നിലപാടിൽ വാസു. CPM-ന്റെ ബോംബ വാസു പൊട്ടിക്കുമോ എന്ന ഭയത്തിൽ CPM ഇങ്ങനെ വിറയ്ക്കുകയാണ്. സ്വർണ്ണപ്പാളി അഴിച്ചെടുക്കുന്നതിൽ മാത്രമല്ല കടത്തലിലും പത്മകുമാറിന് പങ്കുണ്ടെന്ന് SIT കോടതിയിൽ അറിയിച്ചു. വാസുവിനും കടത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ CPI-യിലെ ഉന്നതന്മാർക്കും CPM-ലെയും ഉന്നതന്മാർക്കും അയ്യപ്പന്റെ പൊന്നുകടത്തിൽ പങ്കുണ്ടെന്ന് ഉറപ്പാകും. ആ പേരുകൾ വാസു പറയുമോ എന്ന ഭയം CPM-നെ വേട്ടയാടുന്നുണ്ട്. വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. വീണ്ടും റിമാൻഡ് നീട്ടിയാൽ വാസുവിന് കലി കയറും. 2 തവണയാണ് വാസുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി കീറി എറിഞ്ഞ് വെളിയിൽ കളഞ്ഞത്.